ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ബ്രില്യൻ്റ് ഐഡിയ ഉണ്ട്. ആ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി നിങ്ങളൊരു സംരംഭം തുടങ്ങുകയാണ്. ഇനീഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടാകുന്നു, അതെല്ലാം നിങ്ങൾ വളരെ ബ്രില്യൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ 0 to 1 സ്റ്റേജ് നിങ്ങൾ കവർ ചെയ്യുന്നു. അങ്ങനെ ഒരു പോയിന്റിലെത്തുമ്പോൾ, ഒരു പ്രത്യേക മൊമെൻറ്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. അതായത് നിങ്ങളുടെ ടീം സ്കെയിലാവുന്നു. 5 10 പേരുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത അതേ എഫിഷ്യൻസിയിൽ നിങ്ങൾക്കൊരു 20 to 30 ടീം മെമ്പേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഭൂമിയിലെ എല്ലാ എൻ്റർപ്രണേഴ്സും എല്ലാ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ഒരു തവണയെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അതേ പ്രോബ്ലം 90കളിലെ അവസാന കാലഘട്ടത്തിൽ ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ലാരി പേജും സെർജി ബ്രിനും ഫേസ് ചെയ്തിരുന്നു. അന്ന് അവർക്ക് രക്ഷകനായിട്ട് വരുന്നത് അവരുടെ ഏർലി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ജോൺ ഡോയറാണ്. അങ്ങനെ ജോൺ ഡോയർ വന്നിട്ട് അവർക്കൊരു മാജിക്കൽ ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ മാജിക് ആക്ച്വലി ജോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, ജോൺ ഇന്റലിന്റെ ലെജൻഡറി CEO ആയിട്ടുള്ള ആൻഡി ഗ്രൂവിൽ നിന്നും മേടിച്ചിട്ടാണ് അന്ന് ഗൂഗിൾ ഫൗണ്ടേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആ മാജിക്കൽ ടൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് നൺ അതർ ദാൻ OKR അഥവാ ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട്സ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OKRനെ കുറിച്ചും അതിന്റെ കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുമാണ്. സ്ട്രാറ്റജി എക്സിക്യൂഷനിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് OKR. ഞാൻ OKRന്റെ ഒരു ഫ്രെയിം വർക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. OKR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ പേരിലുള്ളത് പോലെ തന്നെ 2 പാർട്ടാണ് OKR എന്നുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ്സും ഒന്ന് കീ റിസൾട്ട്സും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട ഡയറക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ബിഗ്ഗർ ഗോളിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൽ സ്റ്റോൺസിനെ, മെഷറബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസിനെയാണ് നമ്മൾ കീ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സും കീ റിസൾട്ട്സും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇൻ്റർവെല്ലിൽ നമുക്ക് ഒരു ക്വാർട്ടറിൽ സെയിൽസ് 20% ഇൻക്രീസ് ചെയ്യണം. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ അത് ഇമാജിൻ ചെയ്യാം. 20% ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഒബ്ജക്റ്റീവായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ബിഗ്ഗർ ഗോളിലേക്ക് എനിക്ക് എത്താം. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 20% സെയിൽസ് എന്നുള്ളത് ഞാൻ അവിടെ പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കീ റിസൾട്ടായിട്ട് ആദ്യം ഞാൻ പ്രൊഡക്റ്റ് നോളജ് സ്കോർ, എല്ലാ എംപ്ലോയീസിനും അല്ലെങ്കിൽ സെയിൽസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും 9 out of 10 പ്രൊഡക്റ്റ് നോളജ് വേണം എന്നുള്ള ഒരു കീ റിസൾട്ട് വെക്കുന്നു. രണ്ടാമതായിട്ട് കൺവേർഷൻ ഒരു 10% ഇൻക്രീസ് ചെയ്യണം എന്ന് വെക്കുന്നു. അതായത് സെയിൽസ് കൺവേർഷൻ 10% ഇൻക്രീസ് ചെയ്യണം ഈ ക്വാർട്ടറിൽ എന്നുള്ള ഒരു കീ റിസൾട്ട് വെക്കുന്നു. മൂന്നാമതായിട്ട് ARPU അല്ലെങ്കിൽ ARPU, നമ്മുടെ ആവറേജ് റവന്യൂ പെർ യൂസർ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ടിക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 10% ഇൻക്രീസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കീ റിസൾട്ട് വെക്കുന്നു. അങ്ങനെ ഒരു പക്ഷേ ഈ 3 കീ റിസൾട്ടും അച്ചീവ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമ്മൾ ഈ ബിഗ്ഗർ ഒബ്ജക്റ്റീവ് വെക്കുക. അപ്പം ബേസിക്കലി ഒബ്ജക്റ്റീവ്സിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് കീ റിസൾട്ട്സ് എന്നുള്ളത്. ഇനി ഇന്റർവെൽ അല്ലാതെ ജനറലി ഉള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലെറ്റ്സ് സേ ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർക്കൊരു കാർ റേസ് വിൻ ചെയ്യണം. നമുക്കൊരു Indy 500 വെക്കാൻ വേണ്ടി. അപ്പോൾ ആ കാർ റേസ് വിൻ ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവർ അതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വെക്കുകയാണ്, ഒരു OKR ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാർ റേസ് വിൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മെഷറബിൾ ആയിട്ടുള്ള കുറച്ച് കീ റിസൾട്ടായിട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ആദ്യത്തെ കീ റിസൾട്ടായിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ ലാപ്പ് ടൈം വെക്കുകയാണ്. അതായത് ലാപ്പ് ടൈമിനെ ഒരു 10 seconds അല്ലെങ്കിൽ 20 seconds ഡിക്രീസ് ചെയ്യണം എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വെക്കുകയാണ്, ഒരു കീ റിസൾട്ടായിട്ട് വെക്കുകയാണ്. രണ്ടാമത് നമ്മൾ പിറ്റ് സ്റ്റോപ്പിന്റെ സമയം ഒരു 2 സെക്കൻഡ് കുറയണം, അല്ലെങ്കിൽ ഓരോ പിറ്റ് സ്റ്റോപ്പിന്റെ ആവറേജ് സമയം 2 സെക്കൻഡ് കുറയണം എന്നുള്ള രീതിയിൽ ഒരു കീ റിസൾട്ട് വെക്കുകയാണ്. മൂന്നാമത് നമ്മൾ പിറ്റ് സ്റ്റോപ്പ് ഒരു X ടൈംസ് അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 20 times നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയുന്ന കീ റിസൾട്ട് ഒക്കെയാണ്. അപ്പോൾ ഈ 3 കീ റിസൾട്ട്സ് അച്ചീവ് ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി നമ്മൾ ആ ഒരു ബിഗ്ഗർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് OKR. അതായത് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ കമ്പനിയിൽ, നമ്മുടെ ഓർഗനൈസേഷനിലും നമ്മുടെ സ്റ്റാർട്ടപ്പിലൊക്കെ കൊണ്ടുവരും. ഈ ഒരു ബിഗർ മൈൽ സ്റ്റോൺസിനെ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസിനെ എക്സിക്യൂഷനിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒബ്ജക്റ്റീവ്സും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കീ റിസൾട്ട്സുമായിട്ട് OKRകൾ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികൾ പയറ്റി തെളിഞ്ഞിട്ടുള്ള ഒരു തന്ത്രമാണ് ശരിക്കും OKR. ഇത് 1970 ഇന്റലിന്റെ അന്നത്തെ ലെജൻഡറി CEO ആയിട്ടുള്ള ആൻഡി ഗ്രൂവ് ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
പിന്നീട് ഇത് ജോൺ ഡയർ വഴി ഗൂഗിളിലേക്കും പിന്നീട് ഒരുപാട് സ്റ്റാർട്ടപ്സിലേക്കും നെറ്റ്ഫ്ലിക്സ്, Airbnb, Zoom പോലെയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് ഇത് ഉപയോഗിച്ച് ടീമിനെയും അതുപോലെ തന്നെ ഓർഗനൈസേഷനെയും സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിലെല്ലാം 40 എംപ്ലോയീസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ OKR ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷക്കണക്കിന് എംപ്ലോയീസ് ഉള്ള ഒരു ടോപ്പ് ടെക് കമ്പനി ആയിട്ട് ഗൂഗിളിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ഗൂഗിളിൽ OKRകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വൃത്തിയിൽ ജോൺ ഡോയർ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള മെഷർ വാട്ട് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ആ ബുക്ക് റെഫർ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു OKR സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. OKRകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു കോമൺ പ്ലേ ബുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഗൂഗിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരിക്കലും എനിക്ക് ഇന്റർവെല്ലിൽ OKR ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ജോഗ്രഫി നോക്കിയിട്ട്, സെക്ടർ നോക്കിയിട്ട് ആൻഡ് ഈവൻ പീപ്പിൾ ഡൈനാമിക്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ OKRകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. OKR ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോമൺ മെട്രിക്സ് ഞാൻ പറയാം. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്റർവെല്ലിൽ നമ്മളെപ്പോഴും ഒരു തീം സെറ്റ് ചെയ്തിട്ടായിരുന്നു OKR ഉണ്ടാവുന്നത്. അത് കുറച്ചും കൂടെ അലൈൻമെന്റ് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു. ബട്ട് നോർമലി എല്ലാവരും അങ്ങനെയല്ല. ഒരു കോമൺ അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു 0 to 1 സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും. അത്തരം സ്റ്റേജിൽ നമുക്കൊരു കോമൺ തീം വർക്ക് ചെയ്യണമെന്നില്ല. ബട്ട് കുറച്ചും കൂടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കോമൺ തീം സെറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നാവും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വിഷനോട് അലൈൻ ചെയ്യുന്ന, നമ്മുടെ മിഷനോട് അലൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അത് കമ്പനിക്കും വേണമെങ്കിൽ OKR സെറ്റ് ചെയ്യാം, അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് വേണമെങ്കിൽ ഒക്കെ OKR നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വൺസ് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ കീ റിസൾട്ട്സ് ആക്കി നമ്മൾ മാറ്റണം. അപ്പോൾ കീ റിസൾട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പം ലെറ്റ്സ് സേ നമുക്കൊരു റേസ് വിൻ ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസ് ഇത്രയും ഇൻക്രീസ് ചെയ്യണം, അങ്ങനെ കുറച്ച് വെയ്ഗ് ആയിരിക്കും. അത് എപ്പോഴും മെഷറബിൾ ആവണമെന്നില്ല. പക്ഷേ കീ റിസൾട്ട്സ് നിർബന്ധമായിട്ടും മെഷറബിൾ ആയിരിക്കണം. കീ റിസൾട്ട്സിൽ നമുക്ക് വാല്യൂസ് വേണം, അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു മൈൽ സ്റ്റോൺ, ഒരു ഹേർഡിൽ ചാടി കടന്ന് എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് കൺവേർഷൻ 10% ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ലാബ് ടൈം 10 seconds ഡിക്രീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനെ നമുക്കൊരു പോയിന്റിൽ വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യുകയും അതിന് ഗ്രീൻ ടിക്ക് ഇടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ കീ റിസൾട്ട്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കീ റിസൾട്ട്സ് എപ്പോഴും മെഷറബിൾ ആവണം എന്നുള്ളതാണ്. അപ്പോൾ വൺസ് ഒബ്ജക്റ്റീവ്സും വൺസ് കീ റിസൾട്ട്സും സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യണം. അത് എയ്തർ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിന് അസൈൻ ചെയ്യാം OKR, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് OKR ബിൽഡ് ചെയ്യാം. അതല്ല കമ്പനിയിൽ ഒരു കോമൺ OKR ബിൽഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസോഴ്സസ് ആണ് വേണ്ടത് എന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ടീമിനെ സെറ്റ് ചെയ്തിട്ട് ടീമിനെ അലൈൻ ചെയ്യണം. പിന്നെ OKRൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് OKR റിവ്യൂ ചെയ്യുന്നതാണ്. ഇതിൽ ഒരു കാര്യങ്ങളും എന്താവരുത്, ഇരുമ്പൊലക്കുകളാവരുത്. ഇത് എപ്പോഴും ഫ്ലെക്സിബിൾ ആകും. OKRകൾ നമ്മൾ വൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മേ ബി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ OKR സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഓൺ ദി ഗോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ നമുക്ക് വീണ്ടും ഒരുപാട് നോളജ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പോഷർ കിട്ടും. അപ്പം നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും മാറ്റണം. അല്ലാതെ നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റിജിഡ് ആക്കി വെക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ടിനെയാണ് ബാധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇതുപോലെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഇൻഹൗസ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. സെയിം ടൈം ഇത് റിവ്യൂ ചെയ്യാൻ ഒരു കറക്റ്റ് മെക്കാനിസം വേണം. നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വീക്കിലും ഇത് എങ്ങനെ ആ ടീം ഡിസ്കസ് ചെയ്യുന്നു, എങ്ങനെ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഓരോ വീക്ക്ലി ഗോൾസ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റണം. അതുപോലെ റിവ്യൂ ചെയ്യാൻ മെക്കാനിസം വേണം, ഇതിനെ റേറ്റ് ചെയ്യാൻ മെക്കാനിസം വേണം. അതിലേറെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനെ ലാസ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് മെഷറബിൾ ആയിട്ട് ഒരു റിസൾട്ടായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു 70% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 100% കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 10% ആണ് ഇതിന്റെ കംപ്ലീഷൻ റേറ്റ്. ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട്സിന്റെ അല്ലെങ്കിൽ ഒരു OKRന്റെ കംപ്ലീഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മെക്കാനിസവും വേണം എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ ഇന്റർവെല്ലിൽ സോഹോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൂൾസ്, HR ടൂൾസ് അവൈലബിൾ ആണ് OKR ട്രാക്ക് ചെയ്യാനും ഇതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് സ്മൂത്തനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ മെക്കാനിസം വേണം എന്നതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഒരു റിവ്യൂ മെക്കാനിസം വേണം. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് OKRനെ കുറിച്ചാണ്. OKR ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ നമ്മളെ ഇനീഷ്യലി ഒരു OKR ഇംപ്ലിമെൻറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ എന്നുള്ള രീതിക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു ഡിഫറെൻറ്റ് OKR ആയിരുന്നു ആസ്പിറേഷണൽ OKR.
ഇത് കുറച്ചും കൂടെ സീനിയർ ലെവൽ ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽ പേഴ്സണൽ OKRകളായിട്ടായിരുന്നു നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് പുറമെ, അതായത് ഒരു ടീം ഒന്നായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ ആസ്പിറേഷണൽ ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ, കുറച്ചും കൂടെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി സീനിയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഉണ്ടാവാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആസ്പിറേഷണൽ OKR കൊണ്ടുവന്നിട്ടുള്ളത്. ആസ്പിറേഷണൽ OKR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് അതിന്റെ കംപ്ലീഷൻ റേറ്റ് ആയിരിക്കും. നമുക്ക് ഇനീഷ്യലി ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു 50 to 75% എല്ലാം സക്സസ് റേറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൈൻഡ് ഓഫ് OKRകളാണ് കമ്മിറ്റഡ് OKRകൾ. എന്നാൽ മിയർലി ഇമ്പോസിബിൾ ആണ്, ഇമ്പോസിബിളിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആസ്പിറേഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ആസ്പിറേഷണൽ OKR എന്ന് പറയുക. അപ്പോൾ സീനിയർ പ്രൊഫഷണൽസിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഴ്സിന്റെ ഇടയിലൊക്കെ ആസ്പിറേഷണൽ OKR റൺ ചെയ്യുന്നത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഒരുപാട് റിസ്കുകൾ എടുക്കും, അവർ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുകയും ചെയ്യും ആസ്പിറേഷണൽ OKR വഴി. അടുത്തതായിട്ടുള്ളത് ക്രോസ് OKR ആണ്. ക്രോസ് OKR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കോമൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഓർഗനൈസേഷന് കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഇത് കുറച്ചും കൂടെ വലുതായിട്ടുള്ള, അതായത് 40-ലോ 50-ലോ കൂടുതൽ സ്റ്റാഫുള്ള കുറച്ചും കൂടെ ബിഗ്ഗർ ഓർഗനൈസേഷൻസിനാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത്തരം കോമൺ ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടായിരിക്കും, അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടായിരിക്കും. കാരണം ഇതിന്റെ ഓണർഷിപ്പ് ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തി ഇതിന്റെ ഓണർഷിപ്പ് എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു പോഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഗ്രൂപ്പിന് ഒരു ക്രോസ് OKR ബിൽഡ് ചെയ്യും. ക്രോസ് OKR എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്, അല്ലെങ്കിൽ അതിന്റെ മാനേജേഴ്സ് വന്നിട്ട് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്രോസ് OKR ബിൽഡ് ചെയ്യുകയും അതിന്റെ ഓണർഷിപ്പ് ഷെയർ ചെയ്യുകയും ഒരു കമ്പൈൻഡ് ആയിട്ട് ഈ ടീമിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണുകയും ആ ഇൻഡിവിജ്വൽ ഒരു OKR ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസ് OKR. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് OKR നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു കോമൺ പ്ലേ ബുക്ക് ഇല്ല. അതുകൊണ്ട് ഇതാണ് OKR, ഇങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഓർഗനൈസേഷന്റെ മെട്രിക്സിനനുസരിച്ച്, അവിടുത്തെ KPIസിനനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിനനുസരിച്ച്, വാല്യൂസിനനുസരിച്ച്, ആൻഡ് മോർ ദാൻ ദാറ്റ് അവിടുത്തെ പീപ്പിൾ ഡൈനാമിക്സിനനുസരിച്ച് OKR എഡിറ്റ് ചെയ്യാനും ഈ ഫ്രെയിം വർക്കിൽ ചില മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ തയ്യാറാവണം. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OKRന്റെ ബെനിഫിറ്റ്സ് ആണ്. OKRന്റെ ബെനിഫിറ്റ്സിൽ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഫോക്കസ് തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ, അതായത് ഇന്റർവെല്ലിൽ നമുക്ക് റവന്യൂവിൽ ഒരു സ്റ്റാഗ്നൻസി വന്ന സമയത്ത്, ഒരു 4 to 5 months റവന്യൂവിൽ ഇൻക്രീസ് ഒന്നും ഇല്ലാതെ, ഗ്രോത്ത് ഒന്നും ഇല്ലാതെ സ്റ്റാഗ്നൻസി വന്നൊരു സമയത്ത് നമ്മൾ ഒരുപാട് മെന്റേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു, നമ്മൾ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു പോയിന്റ്, ഇനി ഇന്റർവെൽ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് ഡെവലപ്പ് ആയാൽ മാത്രം പോരാ, ഫൗണ്ടേഴ്സിന്റെ കൂടെ തന്നെ സീനിയർ ആയിട്ടുള്ള മാനേജേഴ്സും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ അവർ അപ്സ്കിൽ ചെയ്യണം, അവർ കുറച്ചും കൂടി ഓണർഷിപ്പ് എടുക്കണം എന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തി. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് OKR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മളൊരു ടീം സെറ്റ് ചെയ്യുകയുണ്ടായി. ഗുഡ് ടു ഗ്രേറ്റ് എന്നായിരുന്നു ആ ടീമിന്റെ പേര്. അപ്പൊ ഗുഡ് ടു ഗ്രേറ്റ് എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇന്റർവെല്ലിൽ ഗുഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിനെല്ലാം ഗ്രേറ്റ് ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോമൺ തീം സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സെയിൽസ് ടീം എന്ത് ചെയ്തു, അവർ ഗുഡായിരുന്നു. അവരെ അപ്സ്കിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് അവർ ഓണർഷിപ്പ് എടുക്കുകയും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. നമ്മളുടെ HR പോളിസീസ് നമ്മുടെ HR ടീം ഒരുപാട് എഡിറ്റ് ചെയ്യുകയുണ്ടായി. കാരണം കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുകയും ഓണർഷിപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ HR പോളിസീസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നുള്ള റിയലൈസേഷന്റെ പുറത്ത് HR ടീമും ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പുതിയ പുതിയ പോളിസീസ്, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു ക്വാർട്ടറും ഈ ഒരു OKRും നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ് കിട്ടാൻ എൻ്റെയർ ഓർഗനൈസേഷനും അതിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സും അതിന്റെ മാനേജേഴ്സിനും എല്ലാം അലൈൻ ചെയ്ത് ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അന്ന് OKR ഹെൽപ്പ് ചെയ്തു. അപ്പോൾ OKR ഫോക്കസ് കിട്ടാനും അലൈൻമെന്റ് കിട്ടാനും ഒരു അടിപൊളി ടൂളാണ്. അടുത്തത് ടീമിനൊരു ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് OKRകൾ എപ്പോഴും പബ്ലിക് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാ OKRകളും എല്ലാവർക്കും വിസിബിൾ ആവണം. അത് സിഇഒന്റെ OKR എന്താണെന്നുള്ളത് എൻ്റെ ഒരു ടീം അറിയണം. അത് മുതൽ ഏറ്റവും ലോയർ ലെവലിലുള്ള കാറ്റഗറി ഹൈറാർക്കിയലി ലോയർ ലെവലിലുള്ള മാനേജേഴ്സിന്റെ OKR പോലും എൻ്റെ ഓർഗനൈസേഷന് വിസിബിൾ ആവണം. ഇത് മൂലം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓണർഷിപ്പ് ഉണ്ട്, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. ആ ട്രാൻസ്പെറൻസിയും ക്ലാരിറ്റിയും ഓർഗനൈസേഷന്റെ സ്കെയിലിംഗിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഓരോ മാനേജേഴ്സും, ഓരോ ലെയറിലുള്ള ഓരോ മാനേജേഴ്സും എന്തിനാണ് രാവിലെ വരുന്നത് എന്നുള്ളതും അവർ എന്തിനാണ് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് അവരുടെ ഫോക്കസ് എന്നുണ്ടാവുന്ന ക്ലാരിറ്റി,
ആ ട്രാൻസ്പെറൻസി തരുന്ന ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അതിലൂടെ തന്നെ മൂന്നാമതൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണ് കൊളാബറേഷൻ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിൻ്റെയും ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നതിലൂടെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവരുടെ ടീമിലേക്ക് ഡൊണേറ്റ് ചെയ്യാനും അവർക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാനും അതിലൂടെ ഒരു കൊളാബറേഷൻ ബിൽഡ് ചെയ്യാനും അതിനെ ഒരു ടീമാക്കി കൊണ്ടു നടക്കാനും OKRകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് സ്കെയിൽ ചെയ്യാൻ ടീം അക്കൗണ്ടബിൾ ആവണം, ടീം ഓണർഷിപ്പ് എടുക്കണം എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അത് മാൻഡേറ്ററി ആണ്. അല്ലാതെ ഓരോ ഓർഗനൈസേഷനും വളരാൻ പറ്റില്ല. നമ്മുടെ സീനിയർ ഇൻഡിവിജ്വൽസ് മുതൽ ഓരോ വ്യക്തികളും ഓരോ യൂണിറ്റ് ലെവൽ ഓരോ ഹൈറാർക്കിയിൽ ഓരോ ലെവലിലുള്ള വ്യക്തികളും അക്കൗണ്ടബിൾ ആവണം. അവരുടെ റെസ്പോൺസിബിലിറ്റീസിന് അവരുടെ ഡ്യൂട്ടീസിന് അവർ അക്കൗണ്ടബിൾ ആവണം എന്നതിൽ സംശയമില്ല. ഈ OKR അവരുടെ അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒരു അടിപൊളി ടൂളാണ്. ഇതിന് പുറമെ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ടീമും ഇൻസ്പയർഡ് ആവാനും മോട്ടിവേറ്റഡ് ആവാനും ഒക്കെ OKR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് ടീമുകളുടെ OKRകൾ കണ്ടിട്ട് ഇൻസ്പയർ ആവുന്നത് ഞാൻ ഒരുപാട് ഇന്റർവെല്ലിൽ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ക്വാർട്ടർ വരുമ്പോഴും OKRകൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ കൂടുതൽ ക്രിയേറ്റിവിറ്റി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് ഓരോ ടീമും ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനാണ് കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നത്, നമ്മുടെ ടീമാണ് കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ ടീമിന് ഒരു ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും കൂടെ കിട്ടും. ഓരോ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 0 to 1 സ്റ്റേജ് കഴിഞ്ഞാൽ ടീം ഭയങ്കര റിജിഡ് ആവും. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാവും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് OKRകൾ നമ്മുടെ ടീമിനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കി മാറ്റും. OKRൽ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള തീംസും പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും വരുന്നതിലൂടെ നമ്മുടെ ടീം ഫ്ലെക്സിബിൾ ആവുകയും അവരുടെ ഓറിയൻറ്റേഷൻ നമുക്ക് ഈസിലി മാറ്റാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള റിജിഡ്നെസ് മാറ്റിയിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു അഡാപ്റ്റബിലിറ്റിയും ടീമിൽ ബിൽഡ് ചെയ്യാൻ OKR ഒരു ബ്രില്യൻ ടൂളാണ്. ഇനി ഇത് നമ്മുടെ ടീമിന് മാത്രമല്ല ഫൗണ്ടേഴ്സിനും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് OKR. ഫൗണ്ടേഴ്സിന് പേഴ്സണലി OKR ബിൽഡ് ചെയ്യുന്നത് അവർക്കൊരു ഫോക്കസ് കിട്ടാനും അതുപോലെ തന്നെ അവരെ കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആക്കാനും അവരെ മടിയന്മാരാക്കാതിരിക്കാനും ഒരുപാട് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. എൻ്റെ ഒരുപാട് ഫൗണ്ടർ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും OKR യൂസ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങളുടെ ഓർഗനൈസേഷനിൽ OKR ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് OKRകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ OKRകൾ നിങ്ങൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം OKRകൾ ഒരു സമയം കഴിഞ്ഞാൽ അത് ഡെയിലി ജോബ്സിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ വിഷണറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കുകളെല്ലാം OKRലേക്ക് മാറ്റുക എന്നുള്ളത് അത് ഭയങ്കര വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ടീം ഏതെങ്കിലും മൊമെന്റിൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ OKR എടുത്ത് കളയുകയോ അല്ലെങ്കിൽ OKRനെ ഇന്നോവേറ്റ് ചെയ്യുകയോ അതിനെ മച്ച് മോർ എക്സൈറ്റിംഗ് ആക്കുകയോ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഫൗണ്ടേഴ്സിനും ഇതൊരു ബ്രില്യൻ ടൂളാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾ OKRകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ OKR ഗൂഗിളിലും നെറ്റ്ഫ്ലിക്സിലും സൂമിലും ഇൻ്റലിലും എന്തിനധികം അരീക്കോടുള്ള ഇൻ്റർവെല്ലിൽ വരെ മാജിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ സ്റ്റാർട്ടപ്പിലും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്, അതിൻ്റേതായിട്ടുള്ള മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ OKRനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.